ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിന്റെ നോട്ട് സീരീസിലെ ഏറ്റവും കരുത്തനായ ഈ ഡിവൈസ് ആണ് വൺ പ്ലസ് നോട്ട് 6. അപ്പോൾ കഴിഞ്ഞ വർഷം നോട്ട് 5 ഇറങ്ങിയിരുന്നു. നല്ലൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയായിരുന്നു. നല്ലൊരു ഡിവൈസാണ്. ഒരു വളരെ അധികം ഓൾറൗണ്ട് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഡിവൈസ് ആയിരുന്നു വൺ പ്ലസ് നോട്ട് 5. അപ്പോൾ അതിന്റെ സക്സസറായ വൺ പ്ലസ് നോട്ട് 6 ആണ് ഇപ്പോൾ ഇറങ്ങുന്നത്. നോട്ട് 6ലും ഒരുപാട് അപ്ഗ്രേഡ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ വൺ പ്ലസ് നോട്ട് 6 ഒബിയസ്ലി കഴിഞ്ഞ വർഷത്തെ പ്രൈസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാലോ എല്ലാ ഫോൺസിന്റെയും വില കൂടിയുണ്ട്. അപ്പോൾ ഇതിന്റെ വില കൂടും. അപ്പോൾ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് ഒരു 35,000 to 40,000 ഉള്ളിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസിങ്. കാരണം കഴിഞ്ഞ വർഷം 30,000 to 35,000 ഉള്ളിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഇത്തവണ ഒരു 5,000 രൂപ കൂടി 35,000 to 40,000 ഉള്ളിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ അൺബോക്സിംഗ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഇത്തവണത്തെ ഹൈലൈറ്റ് എന്താ നമുക്കറിയാലോ. ഓൾറെഡി നമ്മൾ ഷോർട്സിൽ പറഞ്ഞ പോലെ 9000 mAh ബാറ്ററി, 9000 mAh ബാറ്ററിയാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായി പറയാം. ഇതിന്റെ ക്യാമറ സാമ്പിൾസ്, അതേപോലെ ബാക്കി പെർഫോമൻസ് കാര്യം, ബെഞ്ച് മാർക്ക് എല്ലാം തന്നെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അൺബോക്സിംഗ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. വൺ പ്ലസ് നോട്ട് 6 എഴുതി ചെയ്യണം. വൺ പ്ലസിന്റെ ബ്രാൻഡിംഗ് ആണ്. സ്നാപ്ഡ്രാഗൺ 8 സീരീസ് പ്രോസസർ എഴുതി ചെയ്യണം. 9000 mAh XXL ബാറ്ററി, 165 Hz സൺബേസ്റ്റ് AMOLED ഡിസ്പ്ലേ, 50 MP സോണി ക്യാമറ, 32 MP ഫ്രണ്ട് ക്യാമറ വിത്ത് ഓട്ടോ ഫോക്കസ് എഴുതി ചെയ്യണം. 12GB 256GB വേരിയന്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ 8GB 256GB വേരിയന്റ് ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ ഫ്രഷ് മിന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഗ്രീൻ കളറാണ്. അതേപോലെ തന്നെ സിൽവർ കളറുണ്ട്, ഒരു ബ്ലാക്ക് കളറുണ്ട്. ഹെഡ്സ് ആണെന്നാണ് 1.109, ബോഡീസ് ആണ് 0.917 ആണ്. പിന്നെ ഇത് ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിനകത്തൊരു TPU കേസാണ്. അതേപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു നല്ല TPU കേസാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല അതേ കളറിലുള്ള ഒരു ഗ്രീൻ കളറിലുള്ള TPU കേസ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു TPU കേസാണ്. കട്ടൊക്കെ ഉണ്ട്. പിന്നെ നെവർ സെറ്റിൽ എഴുതി കാണാം. ഇനി ഫോണാണ്, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു 80 വാട്ടിന്റെ അഡാപ്റ്ററാണ്. 80 വാട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്കൊരു കേബിളും USB സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത്. ഇത് USB Type A to Type C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ വൺ പ്ലസ് നോട്ട് 6. അപ്പോൾ നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ക്യാമറ യൂണിറ്റ് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വേർട്ടിക്കൽ ലേഔട്ടാണ്. ഇത്തവണ നമ്മുടെ വൺ പ്ലസ് 15ന്റെ അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പേ ഉള്ളൂ, എന്നാലും ഡിസൈൻ ലാംഗ്വേജ് അത് തന്നെയാണ്. ഇവിടെ നമുക്കൊരു ക്യാമറ ഐലൻഡ് കാണാം. പിന്നെ നമുക്ക് ഇവിടെ വൺ പ്ലസിന്റെ ലോഗോ കാണാം. ഇത് പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. ഫ്രെയിമും പോളികാർബണേറ്റ് ആണ്. പവർ ആൻഡ് വോളിയം കീസ് കാണാം. അതേപോലെ നമുക്ക് ഇവിടെ നമ്മുടെ മൈൻഡ് സ്പേസിലേക്കുള്ള ഒരു ബട്ടനുണ്ട്. ഈ ബട്ടൺ നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഇതിനെ വൺ പ്ലസ് പറയുന്നത് പ്ലസ് കീ എന്നാണ്. ഇത് ബേസിക്കലി മൈൻഡ് സ്പേസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഫംഗ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ ലാംഗ്വേജ്. താഴത്ത് നമുക്ക് സ്പീക്കർ യൂണിറ്റ് കാണാം, സിം ട്രേ കാണാം, അതേപോലെ USB Type C പോർട്ടും കാണാം. മുകൾ ഭാഗത്ത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, മൈക്രോഫോൺ കാണാം. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലസ് കീ കാണാൻ സാധിക്കും. ഇവിടെ സെൽഫി ക്യാമറ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ്. ഇതിന്റെ തിക്നെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 8.5 mm ആണ്. 217 grams ആണ് വരുന്നത്. ഇത് നമുക്ക് 9000 mAh ബാറ്ററി ഉണ്ടെന്ന് തോന്നില്ല ആക്ച്വലി. കാരണം അത്യാവശ്യം സ്ലിം ആണ്. 8.5 എന്ന് പറഞ്ഞാൽ സ്ലിമ്മസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും 9000 mAh ബാറ്ററി ഉണ്ടായിട്ടും ഇത്രയും തിക്നെസ് ഉള്ളൂ എന്ന് പറയാം. 217 grams കുറച്ചൊരു ഹെവിയാണ്. എന്നാലും നമുക്ക് ഈ ബാറ്ററിന്റെ അഡ്വാൻറ്റേജ് ആണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. പിന്നെ ഇതിനകത്ത് IP66, 68, 69, 69K എല്ലാ റേറ്റിംഗും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇതിനകത്തില്ല. നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ തന്നെയാണ്. നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ചൊരു വെയിറ്റ് ഉള്ളതാണെങ്കിലും ഓവറോൾ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു 1.5K AMOLED ഡിസ്പ്ലേ ആണ്. വൺ പ്ലസ് പറയുന്നത് ഇത് വൺ പ്ലസ് 15ന്റെ ഹൈ ഗ്രേഡ്, അത് ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ഡിസ്പ്ലേ ആണ്. 450 പിക്സൽസ് പെർ ഇഞ്ച് ആണ്. 165 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 165 Hz റിഫ്രഷ് റേറ്റ് ആണ്.
സ്ക്രീൻ റിഫ്രഷ് റേറ്റ്, ഓട്ടോ സെലക്ട്, ഹൈ റിഫ്രഷ് റേറ്റ്, അത് 165 ഹെർട്സ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കളേഴ്സ് ആണ്, അതായത് 100% sRGB വാല്യൂസും 100% DCI-3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 ബിറ്റ് പാനലാണ്, 165 ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് ആണ് അറൌണ്ട് 3600 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറയുന്നത്, കാരണം നല്ല കളേഴ്സ് ആണ്, നല്ല ടച്ച് റെസ്പോൺസ് ആണ്, വളരെ നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതേപോലെ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ ബെസൽസ് ഒക്കെ ഉണ്ട്, വളരെ മിനിമൽ ബെസൽസ് ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിന് വേണ്ടി, നല്ലൊരു മിനിമൽ ബെസൽസ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നും തന്നെ പറയില്ല. നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്, ടച്ച് റെസ്പോൺസ് ആണെങ്കിലും കുഴപ്പമില്ല, കളേഴ്സ് ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഇനി അടുത്തത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഒബ്വിയസ്ലി OxygenOS ആണ് വരുന്നത്. എബൌട്ട് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ അതുണ്ടല്ലേ OxygenOS 16.0.4, സ്നാപ്ഡ്രാഗൺ 8s Gen 4 നമുക്ക് കാണാൻ സാധിക്കും. 9000 mAh ബാറ്ററി, സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്, 12 GB റാം ആണ്, അതേപോലെ 8 GB റാം വേരിയന്റ് ഉണ്ട്, 256 GB ആണ് മാക്സിമം സ്റ്റോറേജ് ഉള്ളത്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 6 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ആൻഡ്രോയിഡ് 16 ആണ്, അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 20 വരെ ഈസിലി കിട്ടും. അപ്പോൾ അതിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ OxygenOS നമുക്കറിയാലോ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, ഇഷ്യൂസ് ഒന്നുമില്ല, ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് OnePlusന്റെ AI ടൂൾസ് ഒരുപാടുണ്ട്. നമ്മൾ OnePlusന്റെ 15 കണ്ട പോലെ തന്നെ AI ടൂൾസ് ഉണ്ട്, AI സെർച്ച്, AI റൈറ്റർ, AI ട്രാൻസ്ലേറ്റ്, അതേപോലെ നമുക്ക് മൈൻഡ് സ്പേസ് ഉണ്ട്. ഈ പ്ലസ് കീ വെച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ് മൈൻഡ് സ്പേസ്, അതേപോലെ പ്ലസ് കീ നമുക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാലോ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലോക്ക് സ്ക്രീൻ ഉണ്ടല്ലേ, ഒരുപാട് തീംസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് തീംസിൽ തന്നെ ഒരുപാട് കസ്റ്റമൈസിങ് ചെയ്യാവുന്ന ഫ്ലക്സ് തീംസ് എന്നാണ് ഇതിന് പറയുന്നത്. അതേപോലെ നമുക്ക് ഐക്കൺസ്, ഹോം സ്ക്രീൻ, ഇങ്ങനത്തെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. വളരെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ബ്ലോട്ട് വേസ് കാര്യമായിട്ടൊന്നുമില്ല, ഇതൊക്കെ ആക്ച്വലി ഞാൻ ഇൻസ്റ്റാൾ ചെയ്താട്ടെ, ഇതൊന്നും ബ്ലോട്ട് വേസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, 1-2 ബ്ലോട്ട് വേസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ബ്ലോട്ട് വേസ് ഉണ്ട്. പക്ഷേ എന്നാലും ഓവറോൾ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് UI തരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 4+6 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും പ്രോമിസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് NFC സപ്പോർട്ട് ഉണ്ട്, എന്നാൽ eSIM സപ്പോർട്ട് ഇല്ല. NFC ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്, eSIM സപ്പോർട്ട് ഇൻക്ലൂഡഡ് അല്ല. ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. ഈ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആണ്. കഴിഞ്ഞ വർഷം 8s Gen 3 ആയിരുന്നു, അപ്പോൾ Gen 4ലേക്ക് വന്നിരിക്കുകയാണ്. LPDDR5X റാമും UFS 4.1 ആണ്, അതും ഒരു അപ്ഗ്രേഡ് ആണെന്ന് പറയാം. അപ്പോൾ പ്രോസസർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക 8 GB റാമും 12 GB റാം വേരിയന്റുമാണ് അവൈലബിൾ ആവുന്നത്. ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ ആന്റിറ്റ്യൂഡ് സ്കോർ നോക്കി കാണാം, നമുക്ക് അറൌണ്ട് 2.3 മില്യൺ ആണ് ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അഗെയിൻ ഒരു ജമ്പ് ഉണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും. ഇപ്പോൾ പെർഫോമൻസിൽ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു ജമ്പ് ശരിക്കും ആക്ച്വലി ഫീൽ ചെയ്യും, കാരണം നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ചിപ്പാണ്. ഇപ്പോൾ സ്റ്റോറേജ് ടെസ്റ്റ് നോക്കുകയാണെങ്കിലും ഗിഗ് ബെഞ്ച് ടെസ്റ്റ് നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ചിപ്പ് നമുക്ക് പറയാം, ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 8 സീരീസ് ചിപ്പ് തന്നെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പവർ ടു പെർഫോമൻസ് റേഷ്യോ നല്ലതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ഡിവൈസും കൂടിയാണ് ഇത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ അനായാസം ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നൽകുന്നുണ്ട്. 165 ഹെർട്സ് ഡിസ്പ്ലേ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓവറോൾ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോ ഇഷ്യൂസ് വാട്ട്സ് എവർ. അതേപോലെ തന്നെ ലാഗോ ഇഷ്യൂസ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NFC സപ്പോർട്ട് ഉണ്ട്. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ട് ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ്, ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ഇപ്പോൾ പെർഫോമൻസ് ഞാൻ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല, നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ നേരത്തെ സോഫ്റ്റ്വെയർ കാര്യം പറഞ്ഞ പോലെ 4+6 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഒരു 5 വർഷത്തേക്ക് ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി ക്യാമറേൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് പ്രൈമറി 50 മെഗാപിക്സൽ സോണി ലൈറ്റിയ 600 സെൻസറാണ്, f1.8 അപ്പർച്ചറാണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. സെക്കൻഡറി ഒരു 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ആണ്, ഒരു ഓംനിവിഷൻ സെൻസറാണ്. പിന്നെ നമുക്ക് സെൽഫി ക്യാമറയ്ക്ക് വേണ്ടി ഒരു 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറ എക്സ്പീരിയൻസ് പറയുക. ഇത് നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS സപ്പോർട്ടഡ് ആണ്, അത് കുഴപ്പമില്ല. എന്നാൽ റിയർ ക്യാമറയിൽ നമുക്ക് 4K 60 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. 4K ഫ്രണ്ട് ക്യാമറയിൽ 30 FPS ഉള്ളൂ എന്നുള്ളതാണ്, എന്നാലും കുഴപ്പമില്ല. 60 FPS ഡെഫിനറ്റ്ലി ഒരു ആഡഡ് ഫീച്ചർ ആയതിന്, കാരണം ഇതൊരു 40,000 പ്രൈസ് സെഗ്മെന്റ് ഒക്കെ വരുന്ന ഫോണാണല്ലോ.
അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 4K 60 FPS വേണ്ടതായിരുന്നു. എന്നാൽ റിയർ ക്യാമറയിൽ മാത്രമേ 4K 60 FPS ഉള്ളൂ. ഫ്രണ്ടിൽ നമുക്ക് 4K 30 FPS ആണ് വരുന്നത്. ഇനി ക്യാമറ സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ജനറലി OnePlus Nord സീരീസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെ ഡെഫിനറ്റ്ലി ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോണിലും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്. ഡേലൈറ്റ് ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, ഷാർപ്നെസ് ലെവൽസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഡൈനാമിക് റേഞ്ച് ആണെങ്കിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്, ഡീറ്റെയിൽസും കുഴപ്പമില്ല. പിന്നെ പോർട്രേറ്റ്സ് എടുക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസും ഭേദപ്പെട്ട ഒരു ലോ ലൈറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് പറയാം. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 സീരീസ് ആയിട്ട് തന്നെ അതിൻ്റെ ISP നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇമേജ് പ്രോസസ്സിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. സെൽഫി ക്യാമറയും കൊള്ളാം. അപ്പോൾ 4K റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോകുന്നത് ഇത്രയും വീഡിയോസും ഫോട്ടോസും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ ക്യാമറ നല്ലതാണോ വർത്താണോ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് പറയുക കമന്റ് സെക്ഷനിൽ. നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് ക്യാമറ ഓഫർ ചെയ്തിട്ടുള്ളത്. ഇനി ബാറ്ററി 9000 mAh ബാറ്ററി, അതേപോലെ തന്നെ 80 watt ചാർജിങ് ആണ് വരുന്നത്. അഗെയിൻ ഇത് 80 watt ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ എടുക്കും ചാർജ് ചെയ്യാൻ. കാരണം ഇത്രയും മാസീവ് കപ്പാസിറ്റി ബാറ്ററിയാണ്, ഒരു 1.5 മണിക്കൂർ എടുക്കും ചാർജ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. 80 watt ചാർജർ ബോക്സിനകത്ത് തന്നെ ഉണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ബാറ്ററി ലൈഫ് അടിപൊളിയാണ്, സൂപ്പർ ബാറ്ററി ലൈഫ് എന്നൊക്കെ പറയാം. കിഡിലും എക്സ്പീരിയൻസ് നമുക്കറിയാലോ, ഓക്സിജൻ വോയിസ് വളരെ ഒപ്റ്റിമൈസ്ഡ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പർ ബാറ്ററി ലൈഫാണ് ഇത് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കംപ്ലൈൻസ് ഒന്നും പറയില്ല. പിന്നെ ഒരു 2 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോൺ ഓഫർ ചെയ്തിട്ടുള്ള ബാറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു OnePlus Nord 6ന്റെ അൺബോക്സിംഗും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനും. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ലൊരു അപ്ഗ്രേഡ് ആണ്. അപ്ഗ്രേഡ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 4 ഞാൻ നേരത്തെ പറഞ്ഞു, UFS 4.1 LPDDR5X RAM ഉണ്ട്, മാസീവ് 9000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, ഡിസ്പ്ലേ ക്വാളിറ്റി ഇംപ്രൂവ്ഡ് ആണ്, 1.5K AMOLED ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. പിന്നെ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പാക്കേജ് ആണെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. 4+6 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ഡിവൈസിന്റെ നമ്മുടെ ഒരു ഇംപ്രഷൻ. എന്നാൽ ഇതിന്റെ പോരായ്മകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ചൊരു ഹെവി ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഇതിനകത്ത് ടെലിഫോട്ടോ ലെൻസ് ഇല്ല എന്നുള്ളതാണ്. ഇത്തവണയും ടെലിഫോട്ടോ ലെൻസ് ഇപ്പൊ OnePlus 15R വരെ ടെലിഫോട്ടോ സ്കിപ്പ് ചെയ്താണ്. ഇതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്നാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമ്മള് ചിലവർ അറ്റ്ലീസ്റ്റ് ആഗ്രഹിക്കും ടെലിഫോട്ടോ ലെൻസ്. എന്നാൽ നമുക്ക് ഇതൊരു പെർഫോമൻസ് ടു ഫീച്ചർ ഡിവൈസ് ആണ്, അല്ലാണ്ട് എന്താ പറയുക ക്യാമറ സെന്റർ ഡിവൈസ് അല്ല. എന്നാൽ ക്യാമറ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടെലിഫോട്ടോ ലെൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ ഇതാണ് ഇതിന്റെ ക്യാമറയുടെ കാര്യം. ബാക്കിയുള്ള ഓവറോൾ എക്സ്പീരിയൻസും പറയുകയാണെങ്കിൽ അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡിവൈസ്, നല്ലൊരു ക്വാളിറ്റി ഡിവൈസ് ആണ്. ഇതിന്റെ വില നമുക്ക് ഇപ്പൊ അറിയില്ല, ഞാൻ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് അറിയില്ല. കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. പ്രൈസിംഗും 2 വേരിയന്റ് ആണ് അവൈലബിൾ ആണ്, 8256, 12256. ഈ 2 വേരിയന്റിന്റെ പ്രൈസിംഗ് ഞാൻ കമന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ടൈറ്റിലിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു OnePlus Nord 6ന്റെ നമ്മുടെ ഒരു ഫുൾ അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷനും. ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡിവൈസ് നല്ലതാണോ, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ, എന്താണെന്നൊക്കെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.